ഇന്നത്തെ നല്ലൊരു എപ്പിസോഡാണ്. കൃഷും കൺമണിയും നല്ല മുട്ടനടിയാണ്. അടിയെന്ന് പറഞ്ഞാൽ നല്ല കിടുക്കാച്ചി അടിയാണ്. പക്ഷെ കൃഷ് അതിനുശേഷം കൺമണിയുടെ പുറകെ മാപ്പ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട്. അടിച്ചു പിരിയുന്നില്ല. കൃഷ് കൺമണിയോട് മാപ്പ് ചോദിച്ച് പിന്നാലെ നടക്കുന്ന ഒരു നല്ലൊരു അടിപൊളി എപ്പിസോഡാണ് ഇന്നത്തെ എപ്പിസോഡിൽ. ആദ്യം തന്നെ കാണിക്കുന്ന കൺമണിയും ഭാഗ്യശ്രീ അമ്പലത്തിൽ വെച്ച് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. തുടർന്ന് ഭാഗ്യശ്രീ പിന്നെ കൺമണിയോട് കൺമണി വിഷമിക്കേണ്ട, ഇന്ന് തന്നെ ഞാൻ കൺമണിയുടെ കൃഷിനെ ജാമ്യം എടുത്ത് പുറത്ത് കൊണ്ടുവരും. ഇത് ഞാൻ കൺമണിക്ക് തരുന്ന വാക്കാണ്, ഞാൻ സത്യം ചെയ്ത് പറയുകയാണെന്നൊക്കെ പറയുകയാണ് ഭാഗ്യശ്രീ. എന്നാൽ അത് കേട്ട് കൺമണിക്ക് സന്തോഷമാവുകയാണ്. തുറന്ന് കാണിക്കുന്ന കൃഷിന്റെ ജയിലാണ്. സഹദേവൻ കൃഷിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്നാൽ ഈ സമയത്ത് കൃഷി ആ പായൽ പഴുതാരിയെ പോലെ ചുരുണ്ടുകൂടി ഉറങ്ങുകയാണ്. തുറന്ന് സഹദേവൻ കൃഷ്ണൻ നല്ല ഗൗരവത്തിൽ വിളിക്കുകയാണ്. എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ടെന്ന് പറയുമ്പോൾ കൃഷ്ണൻ അത് കേട്ട് ദേഷ്യം വരികയാണ്. സാറ് ബലരാമന്റെ ആളല്ലേ, സാറിന് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ബലരാമനോട് നേരിട്ട് തന്നെ പറഞ്ഞോളാൻ പറയുകയാണ് കൃഷ്ണ. എന്നാൽ അത് കേട്ട് സഹദേവൻ, നിനക്ക് ജാമ്യം കിട്ടിയ കാര്യം ഞാൻ ബലരാമനോട് പറഞ്ഞിട്ട് എന്താണ് കാര്യമെന്ന് ചോദിക്കുകയാണ്. എന്നാൽ അത് കേട്ട് കൃഷ്ണന് സന്തോഷമാവുകയാണ്. തുറന്ന് കൃഷ്ണ പിന്നെ സഹദേവനോട് സത്യമാണോ എനിക്ക് ജാമ്യം കിട്ടിയോ എന്ന് ചോദിക്കുമ്പോൾ സഹദേവൻ, അതേടാ സത്യം തന്നെയാണ്, നിനക്ക് ജാമ്യം കിട്ടി എന്ന് പറയുകയാണ്. നിന്റെ ഒരു കാമുകി ഉണ്ടായിരുന്നില്ലേ, അവളാണ് നിനക്ക് ജാമ്യം എടുത്തു തന്നെന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് കൃഷ്, ഓ കൺമണി എന്ന് പറയുമ്പോൾ സഹദേവൻ, അവളുടെ പേരൊന്നും എനിക്കറിയില്ല എന്ന് പറയുകയാണ്. തുറന്ന് കൃഷി വേഗം തന്നെ എഴുന്നേറ്റ് ആ പായെല്ലാം ചുരുട്ടിക്കൂട്ടി ആ ജയിലിന് പുറത്തിറങ്ങുകയാണ്. തുറന്ന് കൃഷി അവിടുന്ന് പോകാൻ ഒരുങ്ങുമ്പോൾ സഹദേവൻ വീണ്ടും കൃഷ്ണനെ വിളിക്കുകയാണ്. തുറന്ന് കൃഷ്ണനോട് വീണ്ടും സഹദേവൻ, നിനക്ക് ജാമ്യം എടുത്തു തന്നത് ആരാണെന്ന് നിനക്ക് അറിയുമോ എന്ന് ചോദിക്കുകയാണ്. നിനക്ക് ജാമ്യം എടുത്തു തന്നത് മറ്റാരുമല്ല ബലരാമനാണെന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് കൃഷ്ണന് ദേഷ്യം വരികയാണ്. കൃഷ്ണ സഹദേവനെ നേരെ കായ്ച്ചു കൊണ്ടുപോവുകയാണ്. തുടർന്ന് സഹദേവൻ വീണ്ടും കൃഷ്ണനോട്, നീ എന്നോട് ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല, സത്യം അത് തന്നെയാണെന്ന് പറയുകയാണ്. നീ ഒരു മണ്ടനാണ് കൃഷ്ണൻ, നിന്നെ എല്ലാവരും ചേർന്ന് നിന്നെ പറ്റിക്കുകയാണെന്ന് പറയുകയാണ്. ഇവിടെ നടക്കുന്നത് വലിയ ഡ്രാമയാണെന്ന് പറയുകയാണ്. ബലരാമനും കൺമണിയും ഒറ്റക്കെട്ടാണെന്ന് പറയുകയാണ്. അവരെല്ലാവരും ചേർന്നാണ് നിന്നെ പറ്റിക്കുന്നതെന്ന് പറയുകയാണ്. എന്നാൽ അതെല്ലാം കേട്ട് വിശ്വസിക്കാനാകാതെ നിൽക്കുകയാണ് കൃഷ്. എന്നാൽ ഇത് കേട്ട് കൃഷ്ണൻ നല്ല ദേഷ്യം വന്ന് കൃഷ്ണൻ നല്ല കൽപ്പിൽ പുറത്തേക്ക് ചെല്ലുകയാണ്. എന്നാൽ അതെല്ലാം കണ്ട് ഒരു കുത്തിത്തിരിപ്പ് കൊണ്ട് ഒരു കുടുംബം കലയ്ക്ക് സന്തോഷിച്ച് നിൽക്കുകയാണ് സഹദേവൻ. തുറന്ന് കാണിക്കുന്ന പുറത്താണ് കൺമണി ഭാഗ്യശ്രീയോട് നന്ദി പറയുകയാണ്. എന്റെ കൃഷ് സാറിന് ജാമ്യം എടുത്തു തന്നതിന് നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് ഭാഗ്യശ്രീയോട് കുറെ നന്ദിയെല്ലാം പറയുകയാണ്. എനിക്കിത് ഒട്ടും തന്നെ വിശ്വസിക്കാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞ് നന്ദി പറയുകയാണ്. എന്നാൽ അത് കേട്ട് ഭാഗ്യശ്രീ പിന്നെ കൺമണിയോട്, കൺമണി എന്നോടല്ല നന്ദി പറയേണ്ടത് ബലരാമനോടാണെന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് ബലരാമൻ ആ ഫ്രെയിമിനകത്തേക്ക് കയറി നിൽക്കുകയാണ്. തുടർന്ന് ബലരാമൻ പിന്നെ കൺമണിയോട്, കൺമണി എന്നോട് നന്ദി പറയേണ്ട കാര്യമില്ല എന്ന് പറയുകയാണ്. സത്യത്തിൽ നന്ദി പറയേണ്ടത് ഞാനാണ്, ഞാൻ നിങ്ങളോട് കുറെ തെറ്റുകളെല്ലാം ചെയ്തിട്ടുള്ളതാണ്, എനിക്ക് അതിന്റെ പ്രായശ്ചിത്തം ചെയ്യാൻ ഒരു അവസരം കിട്ടിയിരിക്കുകയാണ്, എനിക്ക് അങ്ങോട്ട് ഒരു അവസരം തന്നത് കൺമണിയാണ്, സത്യത്തിൽ കൺമണിയോട് ഞാനാണ് നന്ദി പറയേണ്ടത്, എനിക്കറിയാം ഞാൻ നിങ്ങളോട് കാണിച്ചിരിക്കുന്ന വലിയൊരു തെറ്റ് തന്നെയാണ്, കൃഷ്ണനായാലും അതൊട്ടും തന്നെ ഉൾക്കൊള്ളാൻ സാധിക്കില്ല, കൃഷ്ണനോട് ഒരിക്കലും പറയരുത് ഞാനാണ് കൃഷ്ണന് ജാമ്യം എടുത്തു തന്നത്, എന്റെ അനീതിയാണ് കൃഷ്ണ ജാമ്യം എടുത്തു തന്നതെന്ന് കൃഷ് ഒരിക്കലും അറിയാൻ പാടില്ല എന്ന് പറയുകയാണ്. കാരണം കൃഷ് അത് അറിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും കൃഷ് അത് അംഗീകരിച്ച് തരില്ല എന്ന് പറയുകയാണ്. കൃഷിന് അത് ഒട്ടും തന്നെ ഇഷ്ടമല്ല. കാരണം കൃഷി ഞങ്ങൾ അത്രമാത്രം വെറുക്കുന്നുണ്ട്, ഞങ്ങളുടെ സഹായം പോലും കൃഷി അംഗീകരിക്കില്ല, അതുകൊണ്ട് ഞങ്ങളാണ് ഇതിന് പിന്നിൽ എന്ന് കൃഷി ഒരു കാരണവശാലും അറിയാൻ പാടില്ല എന്ന് പറയുകയാണ് കൺമണിയോട്. ഞാൻ ചെയ്തത് ഒരേട്ടന്റെ കടമയാണ്, കൃഷി എനിക്ക് എന്റെ സ്വന്തം അനിയനാണെന്ന് പറയുകയാണ് ബലരാമൻ കൺമണിയോട്. തുടർന്ന് ബലരാമൻ കൺമണിയോട് മാപ്പ് ചോദിക്കുകയാണ്. ഞാൻ കൺമണിയെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്, കൺമണിയുടെ ചേട്ടന്റെ കൺമണിയെല്ലാം ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്, കൺമണി എനിക്ക് ഒരു അരയായി മാറിയിരിക്കുകയാണ്, ഇവരോട് പ്രതികാരം ചെയ്യുന്ന സമയത്ത് കൺമണിയെ ഞാൻ ഇരയാക്കിയതാണെന്നൊക്കെ പറഞ്ഞ് കൺമണിയോട് കുറെ മാപ്പെല്ലാം പറയുകയാണ്. തുടർന്ന് ബലരാമൻ പിന്നെ ഭാഗ്യശ്രീയോട്, ഭാഗ്യശ്രീ നമുക്ക് ഇവിടുന്ന് മാറി നിൽക്കാം, കൃഷി ഇപ്പോൾ ഇങ്ങോട്ട് വരും, നമ്മളെ കണ്ടു കഴിഞ്ഞാൽ ശരിയാകില്ല എന്ന് പറഞ്ഞു ഭാഗ്യശ്രീയും കൂട്ടി അവിടുന്ന് പോകാൻ ഒരുങ്ങുമ്പോൾ കലിച്ചു തുള്ളിക്കൊണ്ട് കൃഷി അങ്ങോട്ടേക്ക് വരികയാണ്. എന്ന് നീട്ടി വിളിച്ചുകൊണ്ട് കൃഷി അങ്ങോട്ടേക്ക് ഇറങ്ങി വരികയാണ്. തുറന്ന് കൃഷ്ണനെ കണ്ട് കൺമണിയൊക്കെ ഞെട്ടി നിൽക്കുകയാണ്. തുറന്ന് കൃഷി നല്ല ദേഷ്യം ബലരാമനോട് ദേഷ്യപ്പെടുകയാണ്. നീയാണല്ലേ ഇതിന്റെ പുറകിൽ, നീ എന്തിനാണ് എനിക്ക് ജാമ്യം എടുത്തു തന്നത്, ഈ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ എന്നെ തീർക്കാൻ വേണ്ടിയാണോ നീ എനിക്ക് ജാമ്യം എടുത്തു തന്നതെന്ന് ചോദിച്ചുകൊണ്ട് ബലരാമനോട് ദേഷ്യപ്പെടുകയാണ് കൃഷ്. തുടർന്ന് ബലരാമൻ പിന്നെ കൃഷ്ണനോട്, എടാ കൃഷ്ണ ഞാനെന്ന് പറയട്ടെ എന്ന് പറയുമ്പോഴേക്കും കൃഷ് ദേഷ്യപ്പെടുകയാണ്. നീ എന്നോട് ഒന്നും പറയണ്ട, നീ എന്റെ അച്ഛനെ അമ്മയും ചതിച്ചവനാണ്, കൂടെ നിന്ന് ഞങ്ങളുടെ കാലു വാരിയവനാണ്, നിന്നെ ഞങ്ങൾ ഒരിക്കലും വിശ്വസിക്കില്ല എന്ന് പറയുകയാണ്, നീ ഒരു ചതിയനാണെന്ന് പറഞ്ഞ് ബലരാമനെ ഇങ്ങനെ കുറ്റപ്പെടുത്തി നിൽക്കുകയാണ്. തുടർന്ന് കൃഷി പിന്നെ ബലരാമന് നേരെ കൈ ചൂണ്ടുകയാണ്. ഇനി നീ അധികം കളിച്ചാൽ ഇവിടെ വെച്ച് തന്നെ ഞാൻ നിന്നെ കൊന്ന് വീണ്ടും ജയിലിനകത്തേക്ക് പോകുമെന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് കൺമണി പിന്നെ കൃഷ്ണനെ വിളിക്കുകയാണ്, കൃഷ് സാർ എന്ന് കരഞ്ഞുകൊണ്ട് വിളിക്കുകയാണ്. എന്നാൽ അത് കണ്ട് കൃഷ്ണ ദേഷ്യം വരികയാണ്. തുടർന്ന് കൃഷി പിന്നെ കൺമണിക്ക് നേരെ തിരിയുകയാണ്. നീയും ഇവർക്കൊപ്പം ചേർന്ന് നാടകം കളിക്കുകയായിരുന്നല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് കൺമണിയെ കുറ്റപ്പെടുത്തുകയാണ്. നിന്നോട് ഞാൻ ആ ജാമ്യ പേപ്പറിൽ ഒപ്പിടുന്ന സമയത്ത് പലതവണ ചോദിച്ചതാണ് ആരാണ് വക്കീലെന്ന്, പക്ഷെ നീ അതിൽ നിന്നെല്ലാം തന്ത്രപരമായി ഒഴിഞ്ഞു മാറി, ഒരു കള്ളത്തരം അപ്പോഴേ നിന്റെ മുഖത്തുണ്ടായിരുന്നു എന്നൊക്കെ പറയുകയാണ് കൃഷ്.
എനിക്കിപ്പോൾ നല്ല സംശയമുണ്ട്. ധനലക്ഷ്മിയും അതുപോലെ തന്നെ വിദ്യയും പറഞ്ഞ പോലെ നീയും ഇപ്പോഴും ബലരാമന്റെ ആളാണോ എന്ന്, BR ഗ്രൂപ്പിന്റെ ചാരനാണോ എന്ന് എനിക്കിപ്പോഴും സംശയമുണ്ടെന്ന് പറയുകയാണ്. ആ കാട്ടിൽ വെച്ച് സംശയം തോന്നാതിരിക്കുന്നതിന് വേണ്ടി എനിക്ക് മുമ്പിൽ അന്ന് അങ്ങനെയൊക്കെ അഭിനയിച്ചതാണോ എന്ന് വരെ എനിക്കിപ്പോൾ സംശയമുണ്ടെന്നൊക്കെ പറയുകയാണ് കൃഷ്. എന്നാൽ അത് കേട്ട് കൺമണിക്ക് ശരിക്കും സങ്കടമാവുകയാണ്. അങ്ങനെ കൃഷിന്റെ ഓരോ വാക്കുകളും കൺമണിയെ വേദനിപ്പിക്കുകയാണ്, മുറിവേൽപ്പിക്കുകയാണ്. ഇപ്പോൾ നീ കരുതുന്നുണ്ടാകും ജയിലിൽ നിന്ന് നീ ഇപ്പോഴെന്നെ രക്ഷപ്പെടുത്തിയിരിക്കുകയാണെന്ന്. പക്ഷെ ഇപ്പോഴാണ് ജയിലിനകത്തായ പോലെ എനിക്ക് തോന്നുന്നത് എന്ന് പറയുകയാണ്. ഈ ജയിലിനകത്ത് ഞാൻ കയറിയ സമയത്ത് എനിക്ക് ഇത്രമാത്രം വിഷമം ഉണ്ടായില്ല എന്ന് പറയുകയാണ്. എനിക്ക് സന്തോഷം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം നിനക്ക് വേണ്ടിയാണ് ഞാൻ ജയിലിൽ പോയത്. ആ കാര്യത്തിൽ എനിക്ക് സന്തോഷമുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴും എനിക്ക് അങ്ങനെയല്ല തോന്നുന്നത്. കൺമണി, നീ എനിക്കൊപ്പം നിന്ന് നീ എന്നെ ചതിച്ചിരിക്കുകയാണ്. ഞാൻ നിന്നെ ഒരുപാട് വിശ്വസിച്ചു പോയി എന്നൊക്കെ പറഞ്ഞ് കൃഷി തന്റെ വിഷമങ്ങളെല്ലാം ഇങ്ങനെ അണ പൊട്ടിച്ചൊഴുക്കുന്ന പോലെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിൽ കൂടുതലും കൺമണിയെ വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് കൃഷി പറയുന്നത്. തുടർന്ന് ബലരാമൻ വീണ്ടും കൃഷ്ണനെ വിളിക്കുകയാണ്. കൃഷ്ണ ഞാനൊന്ന് പറയട്ടെ എന്നൊക്കെ പറയുമ്പോൾ കൃഷ്ണ നല്ല ദേഷ്യത്തിൽ പിന്നെ ബലരാമനെ നേരെ കൈ ചൂണ്ടിക്കൊണ്ട് ഇനി നീ ഒരക്ഷരം മിണ്ടിപ്പോകരുത്, നിന്നെ ഞാൻ കൊന്നുകളയും എന്ന് പറഞ്ഞ് ബലരാമനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് കൃഷി നല്ല ദേഷ്യത്തിൽ അവിടെ നിന്ന് പിണങ്ങി പോവുകയാണ്. കൺമണിയോട് പിണങ്ങി പോവുകയാണ്. എന്നാൽ അത് കണ്ട് കൺമണിക്ക് സങ്കടമായിട്ട് കൺമണി പിന്നെ പൊട്ടി കരയുകയാണ്. തുറന്ന് കാണിക്കുന്ന കൃഷി നേരെ ചെല്ലുന്നത് അലിഗിയിലേക്കാണ്. എന്നാൽ അലി സമയത്ത് കൃഷിനെ കൊണ്ട് ഒന്നും തന്നെ പറയിക്കാൻ ദേവ്ജി സമ്മതിക്കുന്നില്ല. ദേവ്ജി അങ്ങടെ പടക്കത്തിന് തിരി കൊളത്തിയിരിക്കുകയാണ്. ദേവ്ജി കൃഷ്ണനിട്ട് വറുത്തെടുക്കുകയാണ്. നീങ്ങ ഒരു അക്ഷരം മിണ്ടി പോകരുത് കൃഷ്. സത്യത്തിൽ ഞാൻ ചീത്ത പറയേണ്ടത് നിന്നെയല്ല, കൺമണിയാണ് ഞാൻ ചീത്ത പറയേണ്ടത്. നിന്നെ പോലെ ഒരുത്തനെ ജയിലിൽ നിന്ന് ജാമ്യം എടുത്ത് കഷ്ടപ്പെട്ട് ഇറക്കി കൊണ്ടുവന്ന കൺമണിയാണ് ഞാൻ ചീത്ത പറയേണ്ടത്. എന്നാൽ അത് കേട്ട് കൃഷ് ദേവ്ജി ഞാനൊന്ന് പറഞ്ഞോട്ടെ എന്ന് പറയുമ്പോഴേക്കും ദേവ്ജി പിന്നെ കൃഷ്ണനോട് നീ ഒന്നും പറയണ്ട കൃഷ്, എല്ലാം ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. നീ കുറച്ച് ദിവസം കൂടി ആ ജയിലിൽ തന്നെ കിടക്കണമായിരുന്നു. പലതവണ നീ കൺമണിയെ ഓരോന്ന് പറഞ്ഞ് വേദനിപ്പിച്ചിട്ടുണ്ട്. ഉറച്ച തീരുമാനങ്ങൾ എടുക്കേണ്ട സമയത്ത് ഉറച്ച തീരുമാനങ്ങൾ എടുക്കാതെ അതിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറും. കൂടെ നിൽക്കേണ്ട സമയത്ത് അവളെ നീ പലപ്പോഴും ഒറ്റയ്ക്കാക്കിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് ദേവ്ജി കൃഷ്ണ കുറ്റപ്പെടുത്തുകയാണ്. അവസാനം വരുണുമായിട്ട് അവളുടെ കല്യാണം ഉറപ്പിച്ചു. വരുണെങ്കിൽ വരുൺ ആ കല്യാണം നടന്നു പോകട്ടെ എന്ന് കരുതല്ല, ആ കല്യാണവും നീ അലങ്കോലമാക്കി, അവളുടെ നല്ലൊരു ജീവിതവും നീ ഇല്ലാതാക്കി എന്ന് പറഞ്ഞ് ദേവ്ജി വീണ്ടും കൃഷ്ണ കുറ്റപ്പെടുത്തുകയാണ്. ഇത്രയൊക്കെ കൺമണിയെ വേദനിപ്പിച്ച നിന്നെ കഷ്ടപ്പെട്ട് ജാമ്യത്തിൽ ഇറക്കിയ കൺമണിക്കിട്ട് വേണം രണ്ട് കൊടുക്കാൻ. എന്നാൽ അത് കേട്ട് കൃഷി വീണ്ടും ദേവ്ജിയോട് ദേവ് സാർ ഞാനൊന്ന് പറയട്ടെ എന്ന് പറയുമ്പോഴേക്കും ദേവ്ജി വീണ്ടും കൃഷ്ണനോട് നീ ഇങ്ങനെ ഒരു കുന്തവും പറയണ്ട, നിനക്ക് ഇങ്ങനെ പറയാൻ ആകെ ബാക്കിയുള്ളത് മാപ്പാണ്. നീ കൺമണിയുടെ കാല് പിടിച്ച് മാപ്പ് പറഞ്ഞോളാൻ പറയുകയാണ്. ഏത് ചെകുത്താന്റെ കാല് പിടിച്ചിട്ടായാലും ഇഷ്ടപ്പെടുന്ന ഒരാളെ ജാമ്യത്തിൽ ഇറക്കുക, അത് മാത്രമേ കൺമണി ചെയ്തിട്ടുള്ളൂ. ആ ഒരു തെറ്റ് മാത്രമേ കൺമണി ചെയ്തിട്ടുള്ളൂ. ആ സമയത്ത് കൺമണി ശത്രു ആരെ മിത്രമാരെ ഒന്നും നോക്കാൻ പോയില്ല. നിന്നെ എങ്ങനെ പുറത്തിറക്കണം അത് മാത്രമേ കൺമണിയുടെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. പാവം കൺമണി, നീ ജയിലിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ കൺമണി ഒരുപാട് പ്രതീക്ഷിച്ചിട്ടുണ്ടാകും. നീ ഓടി വന്ന് കൺമണിയെ കെട്ടിപ്പിടിച്ച് കുറെ നന്ദിയെല്ലാം പറയുമെന്ന്. പക്ഷെ സംഭവിച്ചത് നേരെ തിരിച്ചാണ്. ഏത് ദുഷ്ടനായാലും ഇങ്ങനൊരു സന്ദർഭത്തിൽ നന്ദി അറിയിക്കും, കടപ്പാട് അറിയിക്കും. അല്ലാതെ നിന്നെ പോലെ അവരുടെ മുഖത്ത് കാർക്കിച്ച് തുപ്പിയായിരിക്കില്ല വരിക. നീ കൺമണിയുടെ മുമ്പിൽ ഷോർക്ക് ചെയ്തല്ലേ, നിനക്ക് അത്രയ്ക്ക് ദണ്ഡമുണ്ടെങ്കിൽ നീ എന്തുകൊണ്ട് ആ ജാമ്യം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടില്ല? നിനക്ക് ജാമ്യം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെടാമായിരുന്നല്ലോ. നീ എന്തുകൊണ്ടാ ചെയ്തില്ല എന്ന് ചോദിച്ച കൃഷ്ണനെ മുൾമുഞ്ചിൽ നിർത്തിയിരിക്കുകയാണ് ദേവ്ജി. നീ എന്തോ വലിയ സംഭവമാണെന്ന് കരുതി നിന്നെ പൂവിട്ട് പൂജിക്കുകയായിരുന്നു ആ പാവം മണ്ടിപ്പെണ്ണ്. ഇപ്പോൾ കൺമണി തിരിച്ചറിയുന്നുണ്ടാകും നീ ഇത്രയേ ഉള്ളൂ, നീ ഒരു ചീള് കേസാണെന്ന്. നീ ഒരു നന്ദിയില്ലാത്തവനാണ്, യഥാർത്ഥ സ്നേഹം തിരിച്ചറിയാത്തവനാണ്. അങ്ങനെ എല്ലാം കൺമണി ഇപ്പോൾ തിരിച്ചറിയുന്നുണ്ടാകും. സാധാരണ സ്നേഹത്തിന്റെ ഇടയിൽ അറിയാതെ ചിലപ്പോൾ വേദനിപ്പിച്ചു പോകും. പക്ഷെ നിന്റെ കാര്യത്തിൽ നേരെ തിരിച്ചാണ്. വേദനിപ്പിക്കുന്നതിന്റെ ഇടയിൽ നീ അറിയാതെ ചിലപ്പോൾ ഒന്ന് സ്നേഹിച്ചു പോകും. എന്നാൽ ഇതെല്ലാം കേട്ട് കൃഷി പിന്നെ ദേവ്ജി ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്ന് ദേവ്ജിയുടെ കുറച്ച് ഉപദേശം കിട്ടാൻ വേണ്ടിയാണ്, എനിക്ക് സമാധാനം കിട്ടാൻ വേണ്ടിയാണെന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് ദേഷ്യം വന്ന് ദേവ്ജി പിന്നെ കൃഷ്ണനോട് എടാ മണ്ട, ഞാൻ ഉപദേശിച്ചാൽ നിനക്ക് ചിലപ്പോൾ സമാധാനം കിട്ടുമായിരിക്കും, പക്ഷെ കൺമണിക്കോ ഒന്ന് തിരിച്ചു ചോദിക്കുകയാണ്. തുടർന്ന് കൃഷി ദേവ് സാർ ഞാൻ കൺമണിയെ ഇപ്പോൾ തന്നെ കാണാൻ പോവുകയാണെന്ന് പറയുമ്പോൾ ദേവ് സാർ അതിന്റെ ആവശ്യമില്ല, കൺമണിക്ക് ഇങ്ങനെ നിന്നെ കാണേണ്ടി വരില്ല എന്ന് പറയുകയാണ്. അവളിപ്പോൾ നിന്നെ കാണാൻ ആഗ്രഹിക്കുന്ന പോലും ഉണ്ടാകില്ല എന്ന് പറയുകയാണ്. കാരണം ഒരു പെണ്ണിന്റെ മനസ്സിൽ നിന്ന് ഒരാളെ ഇറക്കി വിട്ട് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്നൊന്ന് കയറി ചെല്ലാൻ സാധിക്കില്ല എന്ന് പറയുകയാണ്. കൺമണി ഇപ്പോൾ നിന്നെ കൺമണിയുടെ മനസ്സിൽ നിന്ന് ഇറക്കി വിട്ടിരിക്കുകയാണ്. കണ്ണുള്ളപ്പോൾ കണ്ണിന്റെ വില അറിയില്ല എന്ന് പറയും. അത് നിനക്ക് ഇങ്ങനെ വഴിയെ മനസ്സിലായിക്കൊള്ളുമെന്ന് പറഞ്ഞുകൊണ്ട് ദേവ്ജി അവിടുന്ന് പോവുകയാണ്. തുടർന്ന് ദേവ്ജി അവിടുന്ന് പോയ ശേഷം കൃഷി പിന്നെ മഹിയോട് എടാ മഹി ഞാനിപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ മഹി പിന്നെ കൃഷ്ണനോട് എടാ നീ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് വലിയൊരു ക്രൂരതയാണെന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് കൃഷി പിന്നെ മഹിയോട് എടാ എല്ലാവരും ചെയ്യുന്ന കാര്യം തന്നെയാണ് ഞാനും ചെയ്തോളൂ എന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് മഹിക്ക് ദേഷ്യമേറിക്കുകയാണ്. നീ വെറുതെ എല്ലാവരും ഇതിലേക്ക് കൂട്ടുപിടിക്കണ്ട എന്ന് പറയുകയാണ്.
കൺമണി ബലരാമന്റെ സഹോദരിയുടെ സഹായം തേടിയത് കൺമണിക്ക് പുറത്തിറക്കാൻ വേണ്ടിയിട്ടല്ല, നിന്നെ ജയിലിൽ നിന്ന് പുറത്തിറക്കാൻ വേണ്ടിയാണ് കൺമണി അങ്ങനെ ചെയ്തത്. ഞങ്ങൾ ആരും നിന്നെ പോലെ ചെയ്യില്ല, നീ മാത്രമേ അങ്ങനെ ചെയ്യൂ എന്ന് പറഞ്ഞ് കൃഷിനെ കുറ്റപ്പെടുത്തുകയാണ് മഹി. മിനിമം കൺമണിയോട് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞിട്ട് വേണമായിരുന്നു നീ കൺമണിയോട് ദേഷ്യപ്പെടാൻ, അല്ലാതെ ചാടിക്കേറി ദേഷ്യപ്പെടുന്ന വല്ല കാര്യം ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുകയാണ്. എന്തിനാണ് നീ വെറുതെ കൺമണിയെ കുറ്റപ്പെടുത്തിയത്? തുറന്ന കൃഷി ഞാനിങ്ങനെ എന്താടാ മഹി ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ദേവ് സാർ നിന്നോട് പറഞ്ഞ് നീ കേട്ടില്ലേ, ഓടിച്ചെന്ന് കൺമണിയുടെ കാല് പിടിക്കാൻ പറയുകയാണ്. കാല് വാരരുത്, കാല് പിടിച്ചാൽ മാത്രം മതി. ഇതും പറഞ്ഞുകൊണ്ട് മഹി അവിടുന്ന് പോവുകയാണ്. തുറന്ന് കാണിക്കുന്ന കൺമണിയാണ്. കൺമണി നേരെ ചെന്നിരിക്കുന്ന അമ്പലത്തിലേക്കാണ്. അമ്പലത്തിൽ പോയിട്ട് കൺമണി കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. എന്തിനാണ് ഈശ്വര എനിക്ക് ഇങ്ങനൊരു അവസ്ഥയൊക്കെ ഉണ്ടാക്കിയതെന്ന് ചോദിച്ചുകൊണ്ട് ഇങ്ങനെ തന്റെ സങ്കടങ്ങളെല്ലാം പറഞ്ഞ് പൊട്ടി കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. തുറന്ന് കൺമണി പിന്നെ പറയുന്നത്, എനിക്ക് ഈ ക്രിഡ് സാറിന്റെ സ്വരം കേൾക്കുക പോലും വേണ്ട, ക്രിഡ് സാറിന് ഞാൻ ജീവിതത്തിൽ വേണ്ട, എല്ലാം കഴിഞ്ഞു, ഇതോടുകൂടി കഴിഞ്ഞു എന്നും പറഞ്ഞ് ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ട് നിൽക്കുകയാണ് കൺമണി. എന്നാൽ ഈ സമയത്ത് കൃഷി കൺമണിയോട് മാപ്പ് പറയുന്നതിന് വേണ്ടി അമ്പലത്തിലേക്ക് നേരെ ചെന്നിരിക്കുകയാണ്. തുറന്ന കൃഷിനെ കൺമണിയോട് എങ്ങനെ മാപ്പ് പറയണമെന്ന് അറിയാതെ ആകെ പേടിച്ച് നിൽക്കുകയാണ്. തുറന്ന കൃഷി ഫോൺ എടുത്തിട്ട് മഹിയെ വിളിക്കുകയാണ്. തുറന്ന മഹിയോട് പിന്നെ കൃഷി, എടാ കൺമണി ഇവിടെയുണ്ട്, ഞാൻ കൺമണിയെ കാണാൻ അമ്പലത്തിലേക്ക് വന്നിരിക്കുകയാണ്, എങ്ങനെയാണ് ഞാൻ കൺമണിയോട് മാപ്പ് പറയേണ്ടതെന്ന് ചോദിക്കുമ്പോൾ മഹിക്ക് ദേഷ്യം വരികയാണ്. നിനക്ക് മാപ്പ് പറയാൻ അറിയില്ലേ, പോയി കൺമണിയുടെ കാല് പിടിച്ച് മാപ്പ് പറയണം എന്ന് പറഞ്ഞുകൊണ്ട് മഹി നല്ല ദേഷ്യത്തിൽ ഫോൺ വെക്കുകയാണ്. തുറന്ന് കൃഷി ഇങ്ങനെ പേടിച്ച് നിൽക്കുകയാണ്, എങ്ങനെ തുടങ്ങണം എവിടെ തുടങ്ങണം എന്നറിയാതെ. തുറന്ന് കൺമണി അപ്പോഴും കരഞ്ഞുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുകയാണ്. എന്നാൽ ഈ സമയത്ത് കൃഷി ധൈര്യം സംഭരിച്ച് കൺമണി എന്ന് നീട്ടി വിളിക്കുകയാണ്. ഈ സമയത്ത് കൺമണി കൃഷിന്റെ വിളി കേട്ട് ഒന്ന് ഞെട്ടി തിരിഞ്ഞു നോക്കുമ്പോൾ കൃഷിയാണ് വന്നിരിക്കുന്നത്. തുറന്ന് കൃഷ്ണന് കൺമണിയുടെ മുഖത്ത് നോക്കാൻ ചമ്മലായിട്ട് ഇങ്ങനെ നിലത്ത് നോക്കിയിട്ട് ഇങ്ങനെ കള വരച്ച് നിൽക്കുകയാണ്. തുറന്ന് കൺമണി നല്ല ഗൗരവത്തിൽ കൃഷ്ണന്റെ മുഖത്തേക്ക് നോക്കി, അതെ ഞാൻ കൺമണിയാണ്, നിങ്ങൾ ആരാണെന്ന് ചോദിക്കുകയാണ്. എന്നാൽ അത് കേട്ട് കൃഷി ഒന്ന് ഞെട്ടുകയാണ്. തുറന്ന് കൃഷി പിന്നെ കൺമണിയോട്, അയ്യോ കൺമണി ഇത് ഞാനാണെന്ന് പറയുകയാണ്. തുറന്ന് കൺമണി വീണ്ടും നല്ല ഗൗരവത്തിൽ ഈ ഞാൻ എന്ന് പറഞ്ഞാൽ ആരാണെന്ന് ചോദിക്കുകയാണ്. നിങ്ങൾ ആരാണെന്ന് എനിക്ക് മനസ്സിലായില്ല എന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് കൃഷി, അത് ശരി നീ പക വീട്ടുകയാണല്ലേ. തുറന്ന് കൃഷി കൺമണിയോട്, കൺമണി എനിക്കറിയാം, കൺമണി എന്നെ കളിയാക്കുകയാണെന്ന് ചോദിക്കുകയാണ്. എന്നാൽ അത് കേട്ട് വീണ്ടും കൺമണി നല്ല ഗൗരവത്തിൽ, കളിയാക്കാനോ, അതിന് നിങ്ങളാരാണെന്ന് വീണ്ടും തിരിച്ചു ചോദിക്കുകയാണ് കൺമണി കൃഷ്ണനോട്. നമ്മൾ തമ്മിൽ എന്താണ് ബന്ധം, നിങ്ങളെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്, നിങ്ങൾ ആരാണെന്ന് ചോദിക്കുകയാണ് കൃഷ്ണന്റെ മുഖത്ത് നോക്കി. നിങ്ങൾക്ക് ആള് മാറിയതാണെന്ന് തോന്നുന്നു, നിങ്ങൾ മറ്റാരെങ്കിലും അന്വേഷിച്ചു വന്നതായിരിക്കും എന്ന് പറയുകയാണ്. ഒരു പുച്ഛഭാവത്തിലാണ് കൃഷ്ണന്റെ മുഖത്ത് നോക്കി കൺമണി അത് പറയുന്നത്. എന്നാൽ അത് കേട്ട് കൺമണി, പ്ലീസ് നിനക്ക് സങ്കടമായെന്ന് എനിക്കറിയാമെന്ന് പറയുമ്പോൾ കൺമണി, ഇത് വല്ലാത്ത ശല്യമായല്ലോ, മിസ്റ്റർ എന്നെ ശല്യപ്പെടുത്തിയാൽ ഞാൻ പോലീസിനെ വിളിക്കുമെന്ന് പറയുകയാണ്. ഞാൻ പോലീസിനെ വിളിക്കുമെന്ന് പറഞ്ഞാൽ വിളിച്ചിരിക്കും, കുറെ പൂവാലന്മാർ ഇറങ്ങിക്കോളും, ഏതെങ്കിലും പെണ്ണ് വെറുതെ ഒറ്റയ്ക്കിരിക്കുന്നത് കണ്ടാൽ വട്ടം ചുറ്റിങ്ങ വന്നോളും, ചക്കയിൽ ഈച്ച പൊതിയുന്ന പോലെ. തുറന്ന് കൃഷി വീണ്ടും കൺമണിയോട്, എനിക്കറിയാം നീ എന്നെ പരിഹസിക്കുകയാണ്, കൺമണി ഇത് ഞാനാണ്, കൃഷാണെന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് കൺമണിയുടെ കണ്ണ് നിറയുകയാണ്. തുറന്ന് കൺമണി പിന്നെ നിറകണ്ണുകളോടുകൂടി പിന്നെ കൃഷ്ണനോട്, ക്രിഡ് സാറോ നീ വെറുതെ എന്നെ ആളെ പറ്റിക്കാൻ നോക്കരുതെന്ന് പറയുകയാണ്, എന്റെ ക്രിഡ് സാറ് മരിച്ചുപോയി എന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് കിളി പോയി നിൽക്കുകയാണ് കൃഷ്. മാത്രമല്ല എന്റെ ക്രിഡ് സാറ് നല്ല നട്ടലുള്ള ആളായിരുന്നു എന്ന് പറയുകയാണ് കൺമണി. എന്നാൽ അത് കേട്ട് കൃഷി കൺമണിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. തുറന്ന കൃഷി കൺമണിയുടെ അടുത്ത് ചെന്ന് കൺമണി എന്ന് നീട്ടി വിളിക്കുകയാണ്. തുറന്ന് കൺമണി നല്ല ദേഷ്യത്തിൽ പിന്നെ കൃഷ്ണനോട്, തനിക്ക് എന്റെ ക്രിഡ് സാറിന് അറിയുമോ എന്ന് ചോദിക്കുകയാണ്. എനിക്ക് എന്റെ ക്രിഡ് സാറിന് വലിയ ജീവനാണെന്ന് പറയുകയാണ് കൺമണി. ഇഷ്ടം എന്ന് വെച്ചാൽ ഒടുക്കത്തെ ഇഷ്ടം, പുള്ളി എന്നോട് ചാകാൻ പറഞ്ഞാൽ ഞാൻ പുള്ളിക്ക് വേണ്ടി ചത്തിരിക്കുമെന്ന് പറയുകയാണ് കൺമണി. എന്തുകൊണ്ടാണെന്ന് തനിക്കറിയോ, ഞാൻ കരുതിയിരുന്നത് ക്രിഡ് സാർ വലിയ സംഭവമാണെന്ന. എന്റെ പൊന്നപരിചിത, ആ ജയിലിനകത്ത് വെച്ച് എനിക്ക് ഒരു കാര്യം മനസ്സിലായി, എന്റെ ക്രിഡ് സാറ് എന്നെ ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല എന്ന്. ഓ സോറി, പരിചയമില്ലാത്ത ഒരാളോട് ഞാൻ കഥ പറയാന്ന് തോന്നരുത്, എന്തോ ആ ഒരു ഒഴുക്കിൽ ഞാൻ അങ്ങ് പറഞ്ഞു പോയതാണ്. എന്റെ ക്രിഡ് സാറ് ജയിലിലായി അറിഞ്ഞപ്പോൾ എന്റെ ഹൃദയം നിന്ന് പോയി, സകല ദൈവങ്ങളെയും ഞാൻ വിളിച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു. അങ്ങനെ ഈ അമ്പലത്തിൽ വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഭാഗ്യശ്രീ എന്ന് പറയുന്ന വക്കീൽ എന്റെ അടുത്ത് വന്നിട്ട് ക്രിഡ് സാറിന് ഞാൻ പുഷ്പം പോലെ ഇറക്കി തരാമെന്ന് പറഞ്ഞത്. ഭാഗ്യശ്രീ എന്നെ സഹായിക്കാമെന്ന് പറഞ്ഞു. ഈ ക്രിഡ് സാറിന്റെ ശത്രുവായ ബലരാമന്റെ സഹോദരിയാണ് ഈ ഭാഗ്യശ്രീ എന്നുള്ള കാര്യം എനിക്ക് അറിയാഞ്ഞിട്ടല്ല. ഏത് പിശാചിന്റെ അനീതിയാണെങ്കിലും ആ സാഹചര്യത്തിൽ എന്റെ മനസ്സിൽ അതൊന്നും ഉണ്ടായിരുന്നില്ല. ക്രിഡ് സാർ മാത്രമായിരുന്നു എന്റെ മനസ്സിലുണ്ടായിരുന്നത്. ക്രിഡ് സാറിനെ എങ്ങനെയെങ്കിലും പുറത്തിറക്കണം, അത് മാത്രമായിരുന്നു എന്റെ മനസ്സിലുണ്ടായിരുന്നത്. എന്റെ മനസ്സിൽ ബലരാമൻ ഉണ്ടായിരുന്നില്ല, ക്രിഡ് സാർ മാത്രമാണ് ഉണ്ടായിരുന്നത്. ക്രിഡ് സാറിനെ എങ്ങനെയെങ്കിലും പുറത്തിറക്കി എന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക, അത് മാത്രമാണ് ഞാൻ ചെയ്തതെന്ന് പറയുകയാണ് കൺമണി. എന്നാൽ ഇതെല്ലാം കേട്ട് കുറ്റബോധം കൊണ്ട് നീറി നിൽക്കുകയാണ് തൊട്ടപ്പുറത്തെ കൃഷ്. പക്ഷെ എന്ത് ചെയ്യാം അപരിചിത, അയാൾക്ക് അതൊന്നും മനസ്സിലായില്ല. ഞാൻ ചെയ്തതെല്ലാം വെള്ളത്തിൽ വരച്ച വരയായി മാറി എന്ന് പറയുകയാണ് കൺമണി. എന്റെ സ്ഥാനത്ത് ചേട്ടനായിരുന്നെങ്കിൽ ചേട്ടൻ എന്ത് ചെയ്യുമായിരുന്നു എന്ന് ചോദിക്കുകയാണ്. പറ ചേട്ടാ, ചേട്ടൻ എന്ത് ചെയ്യുമായിരുന്നു എന്ന് ചോദിക്കുകയാണ്. ഒരു വൃത്തികെട്ട മനസ്സല്ലേ അയാളുടെ എന്ന്
കൺമണി കൃഷ്ണന്റെ മുഖത്ത് നോക്കി ചോദിക്കുകയാണ്. അല്ല ഏട്ടാ, അയാൾ നന്ദിയില്ലാത്ത ഒരാളല്ലേ എന്ന് ചോദിക്കുകയാണ് കൃഷ്ണനോട്. എന്നാൽ അത് കേട്ട് കൃഷ്ണ പിന്നെ കൺമണിയോട്, അതേ കൺമണി, അയാൾ കാണിച്ചത് വലിയ തെറ്റ് തന്നെയാണ്, അയാൾക്ക് ഒരു നന്ദിയില്ല എന്ന് പറയുകയാണ് കൃഷ്. അയാൾ കാണിച്ചത് നന്ദികേട് തന്നെയാണ് കൺമണി. പക്ഷെ അയാൾ എന്ന് പറഞ്ഞു വരുമ്പോഴേക്കും കൺമണി പിന്നെ കൃഷ്ണനോട്, പക്ഷിയൊന്നും വേണ്ട സാർ, അയാൾ എന്നോട് ആദ്യമായിട്ടല്ല നന്ദികേട് കാണിക്കുന്നത്, എന്നെ എപ്പോഴൊക്കെ സന്തോഷിപ്പിച്ചിട്ടുണ്ടോ അതിന്റെ ഇരട്ടി എന്നെ കരയിപ്പിച്ചിട്ടുണ്ടെന്നും കൂടി പറയുകയാണ് കൺമണി. അയാളുടെ വിചാരം എന്താണെന്നറിയോ, ഞാൻ പാവപ്പെട്ട വീട്ടിലൊരു പെൺകുട്ടി, അയാള് വലിയ പണക്കാരൻ, അപ്പോൾ എല്ലാത്തിലും അയാൾക്കൊരു മേൽക്കൈ ഉണ്ടെന്നാണ് അയാൾ കരുതിയിരിക്കുന്നത്. ആ രീതിയിലുള്ള ഒരു ചിന്തയാണ് അയാൾക്ക്. ഓ, ഇനി വയ്യ എന്റെ ചേട്ടാ, അയാളെ ഞാൻ എന്റെ മനസ്സിൽ നിന്ന് പടിയിറക്കി വിട്ടു എന്ന് പറയുകയാണ് കൺമണി. ജയിലിൽ വെച്ച് തന്നെ എന്റെ മനസ്സിലുള്ള കൃഷ്സാർ മരിച്ചുപോയി എന്ന് പറയുകയാണ് കൺമണി. എന്നാൽ അത് കേട്ട് കൃഷി പിന്നെ കൺമണിയോട്, കൺമണി പറഞ്ഞതൊക്കെ ശരി തന്നെയാണ്, പക്ഷെ അയാളുടെ മനസ്സിൽ കൺമണി മാത്രമായിരിക്കും ഉണ്ടാവുക. തുടർന്ന് കൺമണി, സാറേ എനിക്ക് മനസ്സിലായില്ല എന്ന് പറയുമ്പോൾ കൃഷി വീണ്ടും കൺമണിയോട്, ജയിലിൽ നിന്ന് കൺമണിയാണ് തന്നെ രക്ഷപ്പെടുത്തി പുറത്തിറക്കുന്നതെന്ന് ചിന്തിച്ചു വരുമ്പോൾ, തന്റെ ശത്രുവിന്റെ സഹായത്തോടു കൂടിയാണ് തന്നെ ജയിലിൽ നിന്ന് പുറത്തിറക്കുന്നത് എന്ന് തിരിച്ചറിയുമ്പോഴുള്ള മാനസികാവസ്ഥ കൺമണി ചിന്തിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ് കൃഷ്. അയാൾ ആ ഷോക്കിൽ പറഞ്ഞു പോയതാണ് എന്ന് പറയുകയാണ് കൃഷ്. എന്നാൽ അത് കേട്ട് കൺമണിക്ക് ദേഷ്യം വരികയാണ്. ഷോക്കോ, എന്തോന്ന് ഷോക്ക്? ഹൃദയം നിറഞ്ഞ് സ്നേഹിച്ച് സ്വന്തം ജീവൻ കളഞ്ഞ് സ്നേഹിക്കുന്ന പെണ്ണിനെ അയാൾ മനസ്സിലാക്കണ്ടേ എന്ന് ചോദിക്കുകയാണ് കൺമണി. അയാളുടെ ഷോക്ക് അയാൾ കയ്യിൽ തന്നെ വെച്ചാൽ മതി എന്ന് പറയുകയാണ്. പെണ്ണുങ്ങൾ ആരാണെന്നാണ് അയാളുടെ വിചാരം? അയാൾ എത്ര തവണ അവഹേളിച്ചു വിട്ട് തിരിച്ചു വന്നാലും എന്റെ ചേട്ടാ ഞാൻ ക്ഷമിച്ചു എന്ന് പറഞ്ഞ് തിരിച്ചു വിളിക്കുമെന്ന് കരുതിയോ? പോയി പണി നോക്കാൻ പറ, അത്രയേ ഉള്ളൂ അയാൾ എന്ന് പറയുകയാണ് കൺമണി. മുമ്പ് ഞാൻ പലതവണ കരഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ ഞാൻ കരച്ചിലൊക്കെ നിർത്തിയതല്ല, എന്റെ കണ്ണീര് വറ്റിപ്പോയി എന്ന് പറയുകയാണ് കൺമണി. എന്നാൽ ഇത് പറയുമ്പോഴും കൺമണിയുടെ കണ്ണിൽ നിന്ന് വെള്ളം വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അത് കേട്ട് കൃഷി വീണ്ടും കൺമണിയെ വിളിക്കുകയാണ്. കൺമണി എന്ന് നീട്ടി വിളിക്കുകയാണ്. ഇതും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്.